നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അരുണാചലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ അരുണാചൽ പോലീസ് അന്വേഷണ സംഘത്തിന് കൈമാറി. വിദഗ്ധമായി ഒരാൾ ഉണ്ടാക്കിയ മുറിവാണ് ഇരുവരുടെയും ശരീരത്തിൽ എന്നാണ് കണ്ടെത്തൽ. നവീന്റെ കാറിൽ നിന്നും കണ്ടെത്തിയ ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധന ഫലം ഇന്ന് ലഭിക്കും. ഇതോടെ കേസിന്റെ ചുരുളഴിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ദേവിയെയും ആര്യയെയും മരണാനന്തര ജീവിതം എന്ന ആശയത്തിലേക്ക് നയിച്ചത് നവീൻ തന്നെ എന്നാണ് പോലീസിന്റെ അനുമാനം. ഡോൺ ബോസ്കോ എന്ന പേരിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് ആര്യയ്ക്ക് സ്ഥിരമായി വിവരങ്ങൾ അയച്ചിരുന്ന ഇമെയിലുകൾ അയച്ചത് നവീൻ തന്നെയാണോ എന്നത് ഇന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. നവീൻ നേരത്തെയും അരുണാചലിലേക്ക് ധ്യാനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്തിട്ടുണ്ട്. നവീന്റെ വാക്കുകൾ പൂർണ്ണമായും ഭാര്യ ദേവി വിശ്വസിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നവീന്റെ കാറിൽ നിന്ന് പ്രത്യേക കല്ലുകളും ചിത്രങ്ങളും കണ്ടെത്തിയിരുന്നു. ആര്യയ്ക്ക് വന്ന മെയിലുകളിൽ ചിലതിൽ പ്രത്യേക തരം കല്ലുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ കല്ലുകളാണ് കാറിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് കരുതുന്നത്. ഡോൺ ബോസ്കോ എന്ന പേരിൽ നിന്നും ആര്യയ്ക്ക് വന്ന ഇമെയിലാണ് കല്ലുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രയ്ക്കും മറ്റുമായി ആര്യയുടെ ആഭരണം വിറ്റാണ് പണം കണ്ടെത്തിയത് എന്നതിന്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 2-നാണ് നവീൻ, ഭാര്യ ദേവി, സുഹൃത്ത് ആര്യ എന്നിവരെ അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുവരെ ദുരൂഹത ചുരുളഴിയാത്ത കേസിൽ അന്ധവിശ്വാസം മൂലം പുനർജന്മത്തിൽ വിശ്വസിച്ച് ഇവർ ജീവനൊടുക്കിയതെന്ന സൂചനകൾ നൽകുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്.